ഡയറക്റ്റ് ആൻഡ് ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ. നമുക്ക് എപ്പോഴും അറിയാം, നമ്മൾ വണ്ടിയിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ സ്പീഡ് കൂട്ടിയാൽ നമ്മൾ പെട്ടെന്ന് എത്തേണ്ട സ്ഥലത്ത് ഡെസ്റ്റിനേഷനിൽ നമ്മൾ എത്തും എന്നുള്ളത് അറിയാം. പക്ഷേ എപ്പോഴും ഓർക്കേണ്ട കാര്യം, സ്പീഡ് ത്രില്ലടിക്കുന്നത് പോലെ തന്നെ ഇറ്റ് ക്യാൻ ഓൾസോ കിൽ എന്നുള്ളത്. സോ ബി വെരി കെയർഫുൾ. ഓക്കെ, ഇനി ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം, നമ്മൾ സ്പീഡ് കൂടുന്തോറും എന്താണ് എത്താനെടുക്കുന്ന സമയം കുറവായിരിക്കും അല്ലേ. ഇനി അതുപോലെ തന്നെ ഒരു പേനയ്ക്ക് 5 രൂപയാണെങ്കിൽ 20 പേനയ്ക്ക് എന്തായിരിക്കും, അതിൻ്റെ 20x5 തന്നെയാണ് എന്നുള്ളത് 100 രൂപ എന്നുള്ളൊക്കെ ഒരു കണക്ക് നോർമലായിട്ട് നമ്മൾ ചെറിയ ക്ലാസ് തൊട്ട് പഠിക്കുന്നതാണ്. ഇനി അവിടെയെല്ലാം നമുക്ക് മനസ്സിലാകുന്ന കാര്യം, ഒരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റി കൂടുന്നതും കുറയുന്നതും എന്തിനെ അഫക്റ്റ് ചെയ്യും, വേറൊന്നിനെ അഫക്റ്റ് ചെയ്യും. ഇപ്പോൾ സ്പീഡ് കൂടുന്നത് സമയത്തിന് അഫക്റ്റ് ചെയ്യാം അല്ലേ, സ്പീഡ് കൂടുന്നത് സമയത്തിന് അഫക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു വർക്ക് നടക്കുകയാണ്, ഒരു റോഡ് പണി നടക്കുകയാണെന്ന് വെച്ചോളൂ. ഈ റോഡ് പണി നടക്കുന്നത് അവരൊരു 10 വർക്കേഴ്സേ ഉള്ളൂ. 10 വർക്കേഴ്സ് എടുക്കുമ്പോൾ അവർക്ക് 10 ദിവസം എടുക്കുമെങ്കിൽ 20 വർക്കേഴ്സ് ആക്കിയാൽ, വർക്കേഴ്സിൻ്റെ എണ്ണം കൂട്ടിയാൽ എന്ത് സംഭവിക്കും, ചെയ്യാനെടുക്കുന്ന സമയം കുറയ്ക്കാം അല്ലേ. നമ്മുടെ ഈ ഡിപ്പാർട്ട്മെൻ്റ് എല്ലാം നല്ല എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ എടുക്കുന്ന സമയം കുറയും. ഇനി ആൾക്കാരുടെ എണ്ണം കുറഞ്ഞാലോ, ഫോർ എക്സാമ്പിൾ 10 പേരുണ്ടായിരുന്നത് നേരെ 5 പേരായിട്ട് ചുരുങ്ങിയാൽ എന്ത് സംഭവിക്കും, അവിടെ പണി ചെയ്യാൻ എടുക്കുന്ന സമയം എന്തായി പോവും, കൂടുതലാവാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും റിലേറ്റഡ് ആണ്. ചെയ്യാനെടുക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടിയാൽ എടുക്കുന്ന സമയം കുറയാം, അല്ലെങ്കിൽ ആൾക്കാരുടെ എണ്ണം കുറഞ്ഞാൽ സമയം കൂടാം. അപ്പോൾ ഇവിടെയെല്ലാം ദേ ആർ റിലേറ്റഡ് ടു ഈച്ച് അതർ. ഇനി ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ പറഞ്ഞ റിലേഷൻസിനെ കുറിച്ചാണ്, ദാറ്റ് ഈസ് ഡയറക്റ്റ് ആൻഡ് ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ. സോ ഐ എം വെൽക്കമിങ് everyone to Manorama Horizon's free YouTube classes. Myself Abdul Ahad, and let's start our session on direct and inverse proportions. Okay. So എന്താണ് ഡയറക്റ്റ് പ്രൊപ്പോർഷൻ എന്നുള്ളത് ആദ്യം നമുക്ക് നോക്കാം. സോ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ഓർ ഡയറക്റ്റ് വേരിയേഷൻ ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ക്വാണ്ടിറ്റീസ് വേർ ദ റേഷ്യോ ഓഫ് 2 ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് വാല്യൂ. അതായത് 2 ഡേറ്റ നമുക്ക് തന്നിട്ടുണ്ട്, ആ 2 ഡേറ്റയുടെ റേഷ്യോ എന്താണ്, ഒരു ഫിക്സഡ് വാല്യൂ ആണ് എങ്കിൽ എന്താണ്, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് വാട്ട്, ഡയറക്റ്റ് പ്രൊപ്പോർഷൻ. ഫോർ എക്സാമ്പിൾ 5 പേനയ്ക്ക് 20 രൂപ, അങ്ങനെയാണെങ്കിൽ 10 പേനയ്ക്ക് എത്രയാണ്, അത് എത്ര രൂപ തന്നെയാണ്, 40 റുപ്പീസാണ് അല്ലേ. ഇത് നമുക്കറിയാവുന്ന നോർമൽ കണക്കാണ്. ഇനി 10-ന് പകരം 20 പേനയാണെങ്കിലോ ഇറ്റ് വിൽ ബി ഹൗ മച്ച്, ഇറ്റ് വിൽ ബി 80 റുപ്പീസ്. ഇനി 30 പേനയാണെങ്കിലോ ഇറ്റ് വിൽ ബി 120 റുപ്പീസ്. സോ ഇവിടെ എന്താ സംഭവിക്കുന്നത്, എക്സ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി, അല്ലെങ്കിൽ ഇവിടെ നമ്പർ ഓഫ് പേനയുടെ എണ്ണമാണ് എക്സ് എന്ന് ഞാൻ എടുക്കുകയാണെങ്കിൽ, എക്സ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി കൂടുന്തോറും ഏത് കൂടി, ഇപ്പോൾ വൈ പ്രൈസ് എന്ന് പറയുന്ന ടോട്ടൽ പ്രൈസ് എന്ന് പറയുന്നത് വൈ ആണെങ്കിൽ ആ ടോട്ടൽ പ്രൈസും അവിടെ കൂടുകയാണല്ലോ, അത് കൂടുകയാണ്. അതായത് എക്സ് കൂടുന്തോറും ഏതും കൂടുന്നുണ്ട്, വൈ കൂടുന്നുണ്ട്. ഇനി ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിലോ, എക്സ് കുറയും തോറും, എക്സ് 30-ൽ നിന്ന് 20 ആയപ്പോൾ വൈ എന്തായി, 120-ൽ നിന്ന് 80 ആയി കുറഞ്ഞു. അപ്പം എക്സ് കൂടുമ്പോൾ വൈ കൂടുകയും ചെയ്യാം, എക്സ് കുറയുമ്പോൾ വൈ എന്ത് ചെയ്യാം, കുറയുകയും ചെയ്യാം. സോ വെൻ വൺ ക്വാണ്ടിറ്റി ഇൻക്രീസസ് ദ അതർ ക്വാണ്ടിറ്റി ഓൾസോ ഇൻക്രീസസ്, ഓർ വെൻ വൺ ക്വാണ്ടിറ്റി ഡിക്രീസസ് ആൻഡ് ദ അതർ ക്വാണ്ടിറ്റി ഓൾസോ ഡിക്രീസസ്, ഇറ്റ് ഈസ് ഇൻ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ. ഇതെന്ത് പ്രൊപ്പോർഷനിലാണ്, ഡയറക്റ്റ് പ്രൊപ്പോർഷനിലാണ്. അതായത് ഒന്നിൽ കൂടുന്നത്, അല്ലെങ്കിൽ ഒരു ക്വാണ്ടിറ്റി കൂടുന്നത് അതേ ക്വാണ്ടിറ്റിയെ തന്നെ എന്ത് ചെയ്യുന്നു, അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റിയെയും കൂട്ടുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഒരു ക്വാണ്ടിറ്റി കുറയുമ്പോൾ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റിയെ കുറയ്ക്കുന്നുണ്ടെങ്കിൽ അത് ഡയറക്റ്റ് പ്രൊപ്പോർഷനാണ്. ഇവിടെ എക്സ് കൂടുമ്പോൾ, ഇങ്ങോട്ട് കൂടുമ്പോൾ വൈ കൂടുന്നു, എക്സിനെ തിരിച്ച് കുറച്ചാലോ വൈ കുറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതെന്ത് പ്രൊപ്പോർഷനാണ്, ഡയറക്റ്റ് പ്രൊപ്പോർഷനാണ്. ഇനി ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടുത്തെ റേഷ്യോ എപ്പോഴും സെയിം ആയിരിക്കും. അതായത് ഇവിടെ 5-ഉം 20-യുടെ റേഷ്യോ എത്രയാണ്, 5/20, ഇറ്റ് ഈസ് 1/4. അടുത്തത് ഇവിടെ എത്രയാ, 10/40, അതും എത്രയാ, 1/4. ഇവിടെ 30/120 എത്രയാ, ദാറ്റ് ഈസ് ഓൾസോ 1/4. സോ the ratio is always a constant. The ratio is always a constant. അതായത് എക്സിനെ ഞാൻ വൈ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒരു എന്ത് കിട്ടും, കോൺസ്റ്റൻറ്റ് കിട്ടും. ഇവിടെ കിട്ടിയത് 1/4, ഇവിടെ 1/4, ഇവിടെ 1/4. അപ്പോൾ ഇവിടെ കിട്ടുന്ന കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്ന കെ എത്രയാണ്, അത് 1/4 ആണ്. ഈ കോൺസ്റ്റൻറ്റിനെ വിളിക്കുന്ന പേര് കോൺസ്റ്റൻറ്റ് ഓഫ് പ്രൊപ്പോർഷനാലിറ്റി എന്നാണ്. എന്താണ് വിളിക്കുന്നത്, കോൺസ്റ്റൻറ്റ് ഓഫ് പ്രൊപ്പോർഷനാലിറ്റി. ഇറ്റ് ഇസ് നത്തിങ് ബട്ട് കോൺസ്റ്റൻറ്റ് ഓഫ് പ്രൊപ്പോർഷനാലിറ്റി. ക്ലിയർ, സിമ്പിൾ അല്ലേ? യെസ്. അപ്പോൾ എന്താണ് ഡയറക്റ്റ് പ്രൊപ്പോർഷൻ എന്ന് മനസ്സിലായല്ലോ. എക്സ് കൂടുമ്പോൾ ആര് കൂടുന്നു, വൈ കൂടുന്നു. അല്ലെങ്കിൽ എക്സ് കുറയുമ്പോൾ ആര് കുറയണം, വൈ കുറയണം. ഇങ്ങനെ സംഭവിച്ചാൽ അത് ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ആണ്. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം വരുന്നുണ്ട്. ഇതാണ്, ദ കോസ്റ്റ് ഓഫ് 5 മീറ്റർ ഓഫ് എ പർട്ടിക്കുലർ ക്വാളിറ്റി ഓഫ് ക്ലോത്ത് ഇസ് ₹210. ടാബുലേറ്റ് ദ കോസ്റ്റ് ഓഫ് 2, 4, 10, 13 മീറ്റേഴ്സ് ഓഫ് ക്ലോത്ത് ഓഫ് ദ സെയിം ടൈപ്പ്. അപ്പോൾ 5 മീറ്റർ ക്ലോത്തിന് നമുക്കിപ്പോൾ ക്ലോത്തിൻ്റെ മീറ്ററിന് എക്സ് എന്നും, അതുപോലെ തന്നെ കോസ്റ്റ്, ഇത് ക്ലോത്തിൻ്റെ നീളമാണ് മീറ്ററും, ഇത് ആ ക്ലോത്തിൻ്റെ എന്താണ്, കോസ്റ്റാണ്. അപ്പോൾ അത് വൈ എന്ന് കൊടുക്കാം. സോ ഫോർ 5 മീറ്റർ ഇറ്റ് ഈസ് 210 റുപ്പീസ് അല്ലേ. ഫോർ 5 മീറ്റർ ഇറ്റ് ഈസ് ഹൗ മച്ച്, 210 റുപ്പീസ്.
അടുത്തത് 2 മീറ്ററിൻ്റെ കണ്ടുപിടിക്കണം, അടുത്തത് 4 മീറ്ററിൻ്റെ കണ്ടുപിടിക്കണം, പിന്നീട് 10ൻ്റെ കണ്ടുപിടിക്കണം, പിന്നീട് 13 മീറ്റർ. സോ ദീസ് ആർ ദ 4 ഡിഫറെൻറ്റ് meters or length that you have to find the cost of, right? ഇനി ഇത് എന്താണ്, ഒരിക്കലും കോസ്റ്റ് അല്ലെങ്കിൽ ലെങ്ത് കൂടുമ്പോൾ കോസ്റ്റ് കുറയുമോ? ഇല്ല, കുറയത്തില്ല. ഇപ്പം 5 മീറ്റർ വരെ നിങ്ങൾ 10 മീറ്റർ എടുക്കുമ്പോൾ എന്തായാലും കോസ്റ്റ് കൂടത്തേ ഉള്ളൂ. സോ ഇത് ഡയറക്റ്റ് ആണോ? അതെ, ഇത് ഡയറക്റ്റ് പ്രൊപ്പോർഷനാണ്. അതായത് ക്വാണ്ടിറ്റി കൂടുമ്പോൾ പ്രൈസ് കൂടും, ക്വാണ്ടിറ്റി കുറയുമ്പോൾ പ്രൈസ് കുറയും. അതിൽ നിങ്ങൾക്ക് ഡൗട്ട് ഇല്ലല്ലോ? യെസ്. സോ ദിസ് ഈസ് ഗോയിങ് ടു ബി ഇൻ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ. അപ്പോൾ ഇവിടെ ഞാൻ എ എന്ന് കൊടുക്കുന്നു, ഇത് ബി എന്നും, ഇത് സി എന്നും, ഇത് ഡി എന്ന് കൊടുക്കുന്നു. എനിക്ക് അറിയത്തില്ല എ കണ്ടുപിടിക്കാൻ, എനിക്ക് ഇത് രണ്ടുമുണ്ട്. അപ്പോൾ അതിൻ്റെ റേഷ്യോ എത്രയാണ്? വാട്ട് ഇസ് ദ റേഷ്യോ ഓഫ് ദീസ് ടു? 5/210 എന്തിന് ഈക്വൽ ആയിരിക്കും? 2/aക്ക് ഈക്വൽ ആയിരിക്കും ഉറപ്പായിട്ടും. കാരണം ഡയറക്റ്റ് പ്രൊപ്പോർഷനിലാണെങ്കിൽ എക്സിൻ്റെയും വൈൻ്റെയും റേഷ്യോ എന്തായിരിക്കും? സെയിം ആയിരിക്കും. സോ 5/210 ഇസ് ഈക്വൽ ടു 2/a. അപ്പോൾ എ എത്രയാണെന്ന് കിട്ടും? യു വിൽ ബി ഗെറ്റിംഗ് ഇറ്റ് ആസ് 210 × 2/5. ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് യു വിൽ ബി ഗെറ്റിംഗ് ഇറ്റ് ആസ് 42 × 2 എത്രയാണ്? 84. അപ്പോൾ ഇവിടെ എത്ര മീറ്ററാ? ഇവിടെ എത്ര റുപ്പീസാ? ദിസ് ഇസ് 84 rupees. ദിസ് ഹൗ മച്ച്? 84 rupees. അടുത്തത് 4 മീറ്ററിനാകുമ്പോൾ എത്രയാണ്? അതും ഇതുമായിട്ട് കമ്പയർ ചെയ്യുക. 5/210 ഇസ് ഈക്വൽ ടു 4/b. അപ്പോൾ ബി എത്ര കിട്ടും? യു വിൽ ബി ഗെറ്റിംഗ് ഇറ്റ് 210 × 4/5. സോ ദാറ്റ് വിൽ ബി അഗെയിൻ 42 × 4, ദാറ്റ് വിൽ ബി 168 മീറ്റർ. അപ്പോൾ ഇത് എത്ര മീറ്ററാണ്? 168 മീറ്ററാണ്. 168 മീറ്റർ. അടുത്തത് 10/c കണ്ടുപിടിക്കാനായിട്ട് വീണ്ടും 5/210 ഇസ് ഈക്വൽ ടു 10/c. 5ഉം 10ഉം കട്ടാവുന്നു 2. സി അത് അപ്പോൾ എത്ര കിട്ടും? 210 × 2 420. അപ്പോൾ ഇവിടെ എത്രയാണ്? 420 റുപ്പീസാണ്. സോ ഓക്കെ, ഇതിന് മീറ്റർ അല്ല, ഇത് റുപ്പീസിലാണ് കേട്ടോ. അടുത്ത 13/d എന്തായിരിക്കും? നിങ്ങൾ കണ്ടുപിടിച്ച് നോക്കുക. മനസ്സിലായല്ലോ? സോ 13/d എന്തിന് ഈക്വൽ ആയിരിക്കും? 5/210 ഈക്വൽ ആയിരിക്കും. ഇവിടെയും നമുക്ക് ആ സെയിം പ്രോപ്പർട്ടി യൂസ് ചെയ്ത് ഡി കണ്ടുപിടിക്കാം. സോ ഇതെന്ത് പ്രൊപ്പോർഷനാണ്? ദിസ് ഈസ് ഇൻ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ. ഇതിനെന്താ വിളിക്കുന്നത്? ഡയറക്റ്റ് പ്രൊപ്പോർഷനാണ്. ഒരെണ്ണം കൂടുമ്പോൾ അതിന് റിലേറ്റഡ് ആയിട്ടിരിക്കുന്ന ക്വാണ്ടിറ്റീസും കൂടുന്നു, അല്ലെങ്കിൽ ഒരെണ്ണം കുറയുമ്പോൾ അതിന് റിലേറ്റഡ് ആയിട്ടിരിക്കുന്ന ക്വാണ്ടിറ്റി കുറയുന്നു. ഡയറക്റ്റ് ആണ്. ക്ലിയർ? ഇനി വേറൊരു ചോദ്യം ഇതാണ്. A mixture of paint is prepared by mixing 1 part of red pigments with 8 parts of base. In the following table, find the parts of base that needed to be added. അപ്പോൾ ഒരെണ്ണത്തിന് 8 ആണ് എങ്കിൽ 4 എത്ര ആയിരിക്കും? 1/8 is equal to 4/x എന്ന് കൊടുക്കാം. അപ്പോൾ x എന്ന് പറയുന്നത് 8 × 4 32. അപ്പോൾ ഇവിടെ എത്ര കിട്ടും? 32. സോ 1 4 ആയി മാറിയപ്പോൾ 8 എന്തായി? 4 ആയി മാറി. സോ 8 32 ആയി മാറി. അതായത് എന്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നു? 4 മൾട്ടിപ്ലൈ ചെയ്യുന്നു. അടുത്തത് ഇവിടെ 1 7 ആയി മാറി. അപ്പോൾ 8 എന്തായി മാറി? 8 × 7 എത്രയാവണം? 56. നോർമൽ ഇപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ എല്ലാത്തിലും ചെയ്യാതെ തന്നെ ഇങ്ങനെ കണ്ടുപിടിക്കുക. അപ്പോൾ 56. അടുത്തത് 1 12 ആയി മാറുമ്പോൾ ഇൻറ്റു 12 ചെയ്യുമ്പോൾ 8 12 ആയി മാറുമ്പോൾ എത്രയാണ്? 8 × 12 96ഉം. അടുത്തത് 1 20 ആയി മാറുമ്പോൾ ഇൻറ്റു 20 ആണെങ്കിൽ ഇവിടെ 8 × 20 എത്രയാണ്? 160 ആയിരിക്കും. സോ ദിസ് വിൽ ബി 8 32 56 96 ആൻഡ് 160. വെരി ഈസി, നിങ്ങൾക്കത് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. ക്ലിയർ? സോ ദാറ്റ് ഈസ് എ സെക്കൻഡ് ക്വസ്റ്റ്യൻ. അടുത്തത് ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ആണ്. ഡയറക്റ്റ് പ്രൊപ്പോർഷൻ പഠിച്ചാൽ നിങ്ങൾക്ക് ഇനി ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ മനസ്സിലാക്കാൻ വലിയ പ്രയാസമില്ല. ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ occurs when one value increases and the other decreases. For example, if there are more workers on a job, നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾ ആണ്, the time to complete will decrease. കൂടുതൽ ആൾക്കാർ പണിക്കുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ പണി ചെയ്യാൻ എടുക്കുന്ന സമയം കുറവായിരിക്കണം, അല്ലേ? ഇനി 2 quantities x and y ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ are said to vary in inverse proportion if their exists a relation xy is equal to k. നേരത്തെ പറഞ്ഞു റേഷ്യോ, ഡയറക്റ്റ് റേഷ്യോ സെയിം ആയിരിക്കണം. ഇവിടെ എന്ത് സെയിം ആയിരിക്കണം? പ്രോഡക്റ്റ് സെയിം ആയിരിക്കണം. എന്ത് സെയിം ആയിരിക്കണം? പ്രോഡക്റ്റ് സെയിം ആയിരിക്കണം. അപ്പോൾ പ്രോഡക്റ്റ് സെയിം ആണെങ്കിൽ മാത്രമേ എന്തിലാവാൻ പറ്റത്തുള്ളൂ? ഇൻവേഴ്സ് പ്രൊപ്പോർഷനിലാവാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ പറയുന്ന കാര്യം ഇതാണ്. എക്സ് കൂടുമ്പോൾ ആര് കുറയണം? വൈ കുറഞ്ഞാലോ. എക്സ് കുറയുമ്പോൾ ആര് കൂടിയാലോ? വൈ കൂടിയാലോ എന്തെന്ന് വിളിക്കാം? ഒരു ഇൻവേഴ്സ് പ്രൊപ്പോർഷനിലാണ് എന്ന് നമുക്ക് ഈസി ആയിട്ട് പറയാനായിട്ട് സാധിക്കും. സോ വാട്ട് ഈസ് എൻ ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ? ഒരു ക്വാണ്ടിറ്റിയുടെ ഇൻക്രീസ്, ഒരു ക്വാണ്ടിറ്റിയിൽ ഉണ്ടാകുന്ന ഇൻക്രീസ് അതിന് റിലേറ്റഡ് ആയിട്ടിരിക്കുന്ന ക്വാണ്ടിറ്റിയിൽ ഒരു ഡിക്രീസ് ആണ് ഉണ്ടാക്കുന്നു എങ്കിൽ, അല്ലെങ്കിൽ ഒരു ക്വാണ്ടിറ്റിയിലെ ഡിക്രീസ് അതിന് റിലേറ്റഡ് ആയിട്ടിരിക്കുന്ന ക്വാണ്ടിറ്റിയെ ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നുവെങ്കിൽ അവിടെ ഇൻവേഴ്സ് പ്രൊപ്പോർഷനാണ്. എന്ത് പ്രൊപ്പോർഷനാണ്? ഇൻവേഴ്സ് പ്രൊപ്പോർഷനാണ്. ഇനി ഇതിനൊരു ചെറിയ കൺഫ്യൂസിങ് വാക്കും കൂടെ ഉണ്ട്. ഇൻഡയറക്റ്റ് പ്രൊപ്പോർഷൻ. ഡയറക്റ്റ് അല്ല, ഇൻഡയറക്റ്റ് പ്രൊപ്പോർഷൻ. ഇതിനെ ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ എന്നും വിളിക്കാം, ഇൻഡയറക്റ്റ് പ്രൊപ്പോർഷൻ എന്നും നമുക്ക് പറയാൻ സാധിക്കും. സോ വാട്ട് ഈസ് ദിസ് ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ? വെൻ ദ ഇൻക്രീസ് ഇൻ വൺ ക്വാണ്ടിറ്റി കോസസ് എ ഡിക്രീസ് ഇൻ അനദർ, ഓർ ദ ഡിക്രീസ് ഇൻ വൺ ക്വാണ്ടിറ്റി കോസസ് ആൻ ഇൻക്രീസ് ഇൻ ദി അതർ വൺ. വി ക്യാൻ കോൾ ഇറ്റ് ബൈ ദ നെയിം ആൻ ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ. ഇതിൻ്റെ മേജർ എക്സാമ്പിൾ ആണ് സ്പീഡ് കൂടുമ്പോൾ എത്താനെടുക്കുന്ന സമയം കുറയും. വർക്കേഴ്സിൻ്റെ എണ്ണം കൂടിയാൽ ചെയ്യാനെടുക്കുന്ന സമയം കുറയ്ക്കാം. വർക്കേഴ്സിൻ്റെ എണ്ണം കുറഞ്ഞാൽ ചെയ്യാനെടുക്കുന്ന സമയം കൂട്ടാം.
സോ ഇതെല്ലാം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഒരു ക്വാണ്ടിറ്റി കൂടുന്നത് മറ്റതിനെ കുറയ്ക്കുന്നു, അല്ലെങ്കിൽ ഒരു ക്വാണ്ടിറ്റി കുറയുന്നത് മറ്റതിനെ കൂട്ടുന്നു എങ്കിൽ അത് ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ആണ്. ക്ലിയർ? ഇവിടെ മനസ്സിലാക്കേണ്ടത് റേഷ്യോ അല്ല ഈക്വൽ, ഇവിടെ എന്താണ്, പ്രോഡക്റ്റുകളായിരിക്കും ഈക്വൽ. എന്തായിരിക്കും ഈക്വൽ? പ്രോഡക്റ്റ്. എക്സും വൈയും എന്ന് പറയുന്ന രണ്ട് ക്വാണ്ടിറ്റീസ് ആണ് നമ്മളിവിടെ കമ്പയർ ചെയ്യുന്നുവെങ്കിൽ, ഇൻവേഴ്സ് പ്രൊപ്പോർഷനിലാണെങ്കിൽ അതിൻ്റെ പ്രോഡക്റ്റ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതിൻ്റെ പ്രോഡക്റ്റ് ഓർത്ത് വയ്ക്കുക, പ്രോഡക്റ്റ് ആയിരിക്കും ഈക്വൽ. ഓക്കെ, സോ ഇതിനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാം അല്ലേ. അത് ചോദ്യം ഇതാണ്, 6 pipes are required to fill a tank in 1 hour 20 minutes. How long will it take if only 5 pipes of the same type are used? അപ്പോൾ 6 പൈപ്പ് ഉപയോഗിച്ചപ്പോൾ 1 hour 20 minutes എടുത്തു. അപ്പോൾ നമ്പർ ഓഫ് പൈപ്പ്സ് എക്സ് എന്ന് കൊടുക്കുന്നു, ടോട്ടൽ അവേഴ്സ്, ടോട്ടൽ ടൈം ഞാനിവിടെ വൈ എന്ന് കൊടുക്കുന്നു. ഇപ്പോൾ 6 പൈപ്പ് ഉണ്ടായിരുന്നപ്പോൾ എത്രയാണ്? 1 hour 20 minutes. ഇപ്പോൾ 2 യൂണിറ്റ് ഉള്ളത് 1 hour എന്ന് വെച്ചാൽ 60 + 20 എത്ര മിനിറ്റാണ്? 80 minutes. അപ്പോൾ ഇവിടെ 6 പൈപ്പ് ഉണ്ടാകുമ്പോൾ എത്ര മിനിറ്റായി? 80 minutes ആയി അല്ലേ. ഇത് മിനിറ്റാണ്, ഇത് പൈപ്പിൻ്റെ എണ്ണം. സോ 6 പൈപ്പ്സ് ഉണ്ടായിരുന്നപ്പോൾ 80. അടുത്തത് 5 പൈപ്പ് ആകുമ്പോൾ അപ്പോൾ എത്രയാണ് എന്നുള്ളതാണ് നമുക്കറിയത്തില്ല. അപ്പോൾ നമ്മൾ അതിനെ എന്തെന്ന് കൊടുക്കുന്നു? ഐ എം ഗോയിങ് ടു ഗിവ് ഇറ്റ് ആസ് എ. ഇനി ഇത് ഇൻവേഴ്സ് പ്രൊപ്പോർഷനിലാണോ അതോ ഡയറക്റ്റ് പ്രൊപ്പോർഷനിലാണോ? ഈസ് ദിസ് ഇൻവേഴ്സ് ഓർ ഡയറക്റ്റ്? പൈപ്പിൻ്റെ എണ്ണം കൂടിയാൽ സമയം കുറയാമോ? കുറയും അല്ലേ. പൈപ്പിൻ്റെ എണ്ണം കുറച്ചാലോ സമയം കൂടും. അപ്പോൾ ഇത് ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ആണെന്നുള്ളതിൽ സംശയമില്ല. ഇൻവേഴ്സ് പ്രൊപ്പോർഷനിലാണെങ്കിൽ റേഷ്യോ ആണോ ഈക്വൽ, പ്രോഡക്റ്റ് ആണോ ഈക്വൽ? പ്രോഡക്റ്റ് ആണ് ഈക്വൽ. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ പ്രോഡക്റ്റ് എത്രയാണ്? 6 × 80. ഇതിൻ്റെ രണ്ടിൻ്റെ പ്രോഡക്റ്റ് എത്രയാണ്? 5 × A. ഇതെന്തിന് ഈക്വൽ ആവും? തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ആവും. അപ്പോൾ എ എത്ര കിട്ടും? 6 × 80/5. സോ ഇത് രണ്ടും ക്യാൻസൽ ചെയ്യുമ്പോൾ 16 × 6 എത്രയാണ്? 96. സോ വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് 96 minutes. ഇത് എത്ര മിനിറ്റ്സ് എന്നാണ് കിട്ടുന്നത്? 96 minutes. ഇനി അത് അവറിലോട്ട് ആക്കണമെങ്കിൽ 96 എന്ന് പറയുമ്പോൾ 96 - 60 എത്രയാണ്? 36. അതിൻ്റെ അർത്ഥം 60 1 ഹവറും ബാക്കി എത്രയാണ്? 36 മിനിറ്റ്സും. അപ്പോൾ 1 hour 36 minutes എടുക്കും. അപ്പോൾ പൈപ്പിൻ്റെ എണ്ണം കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ എടുത്ത സമയം എന്തായി? തനിയെ കൂടി. സോ ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ഉപയോഗിച്ചു, കണ്ടുപിടിച്ചു. ക്ലിയർ? അതുപോലെ തന്നെ അടുത്ത ചോദ്യം എന്താണ്? 15 workers can build a wall in 48 hours. How many workers will be required to do the same work in 30 hours? അപ്പോൾ വർക്കേഴ്സിൻ്റെ എണ്ണം എക്സ് എന്നും വാൾ എടുക്കുന്ന സമയം വൈ എന്ന് കൊടുത്തു. വർക്കേഴ്സിൻ്റെ എണ്ണം 15 ആയപ്പോൾ 48 മണിക്കൂർ. ഇനി 48 മണിക്കൂറിലല്ല, അവർക്ക് 30 മണിക്കൂറിൽ തീർക്കണം, 30 hours തീർക്കണം. അങ്ങനെയാണെങ്കിൽ എത്ര വർക്കേഴ്സ്? അതിനെ ഞാൻ എ എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇനി ഇത് എന്ത് പ്രൊപ്പോർഷനാണ്? വർക്കേഴ്സിൻ്റെ എണ്ണം കൂട്ടിയാൽ സമയം കുറയുമെന്നുള്ളത് ലോജിക്കലി പോസിബിൾ ആയതുകൊണ്ട് ഇത് ഇൻവേഴ്സ് പ്രൊപ്പോർഷനിലാണ്. അപ്പോൾ ഇൻവേഴ്സ് പ്രൊപ്പോർഷനിലാകുമ്പോൾ പ്രോഡക്റ്റ് 15 × 48, പ്രോഡക്റ്റ് മാറിപ്പോകരുത്, 15 × A എടുക്കരുത്. 15 × 48 എന്തിന് ഈക്വലാണ്? 30 × Aക്ക് ഈക്വലാണ്. സോ എ എത്ര കിട്ടും? 15 × 48/30. സോ ഇത് രണ്ടും ക്യാൻസൽ ചെയ്യുന്നു. 48/2 ഹൗ മച്ച്? 24. സോ എത്ര വർക്കേഴ്സാണ് ഇപ്പോൾ ആവശ്യം? 24 വർക്കേഴ്സ്. സോ ഹൗ മെനി മോർ വർക്കേഴ്സ് ആർ റിക്വയർഡ്? അപ്പോൾ നേരത്തെ 15 ഉണ്ടായിരുന്നു, ഇപ്പോൾ 24 വേണം. അതിൻ്റെ അർത്ഥം എത്രയാണ്? 9 more വർക്കേഴ്സ് അല്ലേ. 9 വർക്കേഴ്സും കൂടെ കൂടുതൽ വേണം, എന്നാലേ എന്താണ് 30 hours ഈ വർക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റുകയുള്ളൂ. ക്ലിയർ? മനസ്സിലായല്ലോ. അടുത്ത ചോദ്യം ഇതാണ്, എ ബാച്ച് ഓഫ് ബോട്ടിൽസ് വെർ പാക്ഡ് ഇൻ 25 boxes വിത്ത് 12 bottles in each box. 25 ബോക്സിനകത്ത് ഫില്ല് ചെയ്തപ്പം ഒരു ബോക്സിനകത്ത് 12 എണ്ണം വെച്ച് വന്നു. അങ്ങനെയാണെങ്കിൽ ദ സെയിം ബാച്ച് ഈസ് പാക്ഡ് ഇൻ 20 bottles. 20 ബോട്ടിലിനകത്താണ് ഇത് മാറ്റുന്നതെങ്കിൽ ഒരു ബോക്സിനകത്ത് എത്ര എണ്ണം വരും? അപ്പം ഞാനിവിടെ ബോക്സിൻ്റെ എണ്ണം കൊടുക്കുന്നു, എക്സ് ആണെന്ന് കൊടുക്കുന്നു. അടുത്ത ബോട്ടിലിൻ്റെ എണ്ണം, ഓരോ ബോക്സിനകത്തും ഉള്ള ബോട്ടിലിൻ്റെ എണ്ണം വൈ ആണെന്ന് കൊടുക്കുന്നു. അപ്പോൾ 25 ബോക്സ് ഉണ്ടെങ്കിൽ ഓരോ ബോക്സിനകത്തും 12 എണ്ണം. ഓക്കെ, ഇനി സെയിം പാക്കേജിന് 20 ബോട്ടിൽസ്, ഒരെണ്ണത്തിനകത്ത് 20 ബോട്ടിൽസ് വരുമ്പോൾ എവിടെ നമുക്കറിയത്തില്ല, ബോക്സിൻ്റെ എണ്ണം ഞാൻ എ എന്ന് കൊടുക്കുന്നു. ഇനി ഇത് ഇൻവേഴ്സ് പ്രൊപ്പോർഷനിലാണല്ലോ. അതെ, കാരണം ബോക്സിൻ്റെ എണ്ണം കൂട്ടിയാൽ ഓരോ ബോക്സിനകത്ത് വരുന്ന ബോട്ടിലിൻ്റെ എണ്ണം കുറയും അല്ലേ. അപ്പോൾ ഇൻവേഴ്സ് ആണ്. സോ ഇവിടെ എന്ത് ചെയ്താൽ 25 × 12 എന്തിന് ഈക്വലാണ്? 20 × Aക്ക് ഈക്വലാണ്. സോ എ എന്ന് പറയുന്നത് 25 × 12/20. സോ ദിസ് ഇസ് 5/4. ഇത് രണ്ട് കട്ട് ചെയ്താൽ 3. 5 × 3 എത്രയാണ്? 15. സോ ദിസ് ഈസ് നത്തിങ് ബട്ട് 15 ബോക്സസ്. ഇത് എത്ര ബോക്സാണ്? 15 ബോക്സുകളാണ്. ക്ലിയർ? സോ 15 ബോക്സുകളാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും? ഓരോ ബോക്സിനകത്തും എത്ര ബോട്ടിൽ വെച്ചായി മാറും? 20 ബോട്ടിൽ വെച്ചായി മാറും. ക്ലിയർ? അടുത്ത ചോദ്യം എന്താണ്? എ സ്കൂൾ ഹാസ് 8 periods a day of which there are 45 minutes duration. How long would each period be if the school has 9 periods in a day, assuming the number of school hours are the same? അപ്പോൾ ടോട്ടൽ പീരീഡ്സിൻ്റെ എണ്ണം നമുക്ക് എത്രയാണെന്ന് എടുക്കാം? എക്സ് ആണെന്ന് എടുക്കാം. അപ്പോൾ പീരീഡ്സിൻ്റെ കൗണ്ട് നമുക്ക് എക്സ് ആണെന്ന് എടുക്കുന്നു. ഇനി നമ്പർ ഓഫ് അവേഴ്സ്, എത്ര മണിക്കൂറുണ്ടെന്നുള്ളത് ഞാൻ ഇവിടെ വൈ ആണെന്ന് എടുക്കുന്നു. സോ ഇവിടെ 8 പീരീഡ്സ് ഉള്ളപ്പോൾ എത്രയാണ്? ഓരോ ക്ലാസ്സും 45 minutes ആണ്.
ഇനി 9 പീരീഡ് വരുമ്പോൾ അത് എത്ര മിനിറ്റ്സ് ആവും? ഞാനതിന് എ എന്ന് കൊടുക്കുന്നു. ഇനി നമുക്കറിയാം പീരീഡിൻ്റെ എണ്ണം കൂട്ടുമ്പോൾ അല്ലേ 8 നിന്ന് 9 ആയി കഴിഞ്ഞാൽ എന്തായാലും എന്താണ് ഓരോ പീരീഡിൻ്റെയും സമയം കുറയും. അപ്പോൾ ഞാനത് ഇൻവേഴ്സ് പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് 8 × 45 എന്താണെന്ന് എഴുതാം? 9 × A ആണെന്ന് എഴുതാം. 9 45 കട്ട് ചെയ്ത് 5 എന്ന് എഴുതാം. അപ്പോൾ A എത്രയാണെന്ന് കിട്ടും? 8 × 5 40. സോ വാട്ട് ഈസ് ദിസ്? 40 മിനിറ്റ്സ്. സോ അതിനർത്ഥം 40 മിനിറ്റിൽ എന്ത് തീരും? ഇവിടുത്തെ ക്ലാസ് കഴിയും. 9 പീരീഡ് ആയി കഴിഞ്ഞാൽ ഓരോ പീരീഡും 40 മിനിറ്റിൽ അവിടെ തീരും. ക്ലിയർ? സോ ദിസ് ഇസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്ത് ഡയറക്റ്റ് ആൻഡ് ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ. എന്താണ് ഡയറക്റ്റ് പ്രൊപ്പോർഷൻ എന്ന് പഠിച്ചു, എന്താണ് ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ എന്ന് പഠിച്ചു, അത് തമ്മിൽ എങ്ങനെയാണ് കണക്റ്റഡ് ആയിട്ട് ഇക്വേഷൻ വരുന്നത് എന്നുള്ളത് നമ്മൾ നോക്കി. ഇനി ആ ഇക്വേഷൻസ് വെച്ച് എങ്ങനെ പ്രോബ്ലം സോൾവ് ചെയ്യാം എന്നുള്ളത് നമ്മൾ പഠിച്ചു. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് മനോരമ ഹൊറൈസൻ്റെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാം. അതിനകത്ത് നിങ്ങൾക്ക് ഈ ചാപ്റ്റർ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. ഇനി നിങ്ങൾ ഈ പേജ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്തിടുക. ഇതിൽ കൂടുതൽ വീഡിയോസ് ഇനി വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളതെല്ലാം കമൻറ്റ് ബോക്സിൽ ഇടാൻ സാധിക്കും. സോ പ്ലീസ് പുട്ട് ഓൾ ദീസ് ക്വയറീസ് ആസ് ദ കമൻറ്റ്സ്. ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് അടുത്ത ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്യാം. അണ്ടിൽ ദെൻ ഹാവ് എ നൈസ് ഡേ. Manorama Horizon. Learning made simple.